ഞാനിപ്പോ ഇതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പലരും വന്നിട്ട് കമന്റായിട്ട് കണ്ടു. ഞാനപ്പം അവരെ അധിക്ഷേപിക്കുന്നതല്ല, അവർ കൃത്യമായിട്ട് അതിനെ പറ്റി മനസ്സിലാകാത്തതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല അവരൊന്ന് കമന്റ് ഇടുന്നത്. അതായത് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ എങ്ങോട്ട് ലോക്ക് ചെയ്തതിനു വെച്ചാൽ ഇങ്ങനെ കൈ തിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതി വരുമ്പോൾ നേരെയാണെന്ന് കൈ കാണിച്ചപ്പോൾ പലരും നേരത്തെ കമന്റായിട്ട് ഇട്ടു, വണ്ടി ഒന്ന് മുമ്പിട്ട് മൂവ് ആകുമ്പോൾ അറിയത്തില്ല, വീല് നേരെയാണോന്ന് അറിയത്തില്ല. പിന്നെ വന്നിട്ട് അതുപോലെ തന്നെ വേറൊരു കമന്റ് കണ്ടു, തലയൊന്ന് വെളിയിലോട്ട് ഇട്ടാൽ വെയിൽ നേരെയാണോന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നേരെ താഴോട്ട് ഇത് വന്നു കഴിഞ്ഞാൽ നേരെയാണോന്ന് അറിയത്തില്ല എന്നൊക്കെ പലരും പല പല കമന്റുകളാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ ഇട്ട് തിരിക്കാമോ, വണ്ടി നിർത്തിയിട്ടിട്ട് ഇങ്ങനെ ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ ടയർ തേയത്തില്ല എന്നൊക്കെ പലരും വന്ന് കമന്റ് ഇട്ടു. ഞാനപ്പോ എല്ലാത്തിനോട് ഒറ്റ ആൻസർ ഞാൻ നിർത്താം. അതായത് ഇത് 3 പ്രാവശ്യം വരെ താഴെ വന്നു, നിങ്ങൾ നോക്കിക്കോണം. ഇതുണ്ട് ഇപ്പൊ നമുക്ക് കാണാം, ഇത് നേരെ താഴെ വന്നു, വീല് നേരെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ തിരിച്ച് നേരെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം നേരെയാണെന്ന് പറയാൻ പറ്റുമോ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് വാഹനത്തിന്റെ ഉള്ളിരുന്ന് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് എങ്ങനെ ടയറിന്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാം, സ്റ്റിയറിംഗിൽ നോക്കിയാലോ അല്ലാതെ എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്ന് പലരും പല രീതിയിലാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇത് നേരെ താഴെ വരുമ്പോൾ സ്ട്രെയിറ്റ് ആണ് എന്നുള്ളത്. അപ്പൊ ഞാനത് തെളിവ് സഹിതം കാണിക്കുകയാണ്, നേരെ താഴെ വരുമ്പോൾ സ്ട്രെയിറ്റ് ആകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് തെളിവ് സഹിതം കാണിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. അതായത് നമുക്ക് തന്നെ അറിയാവുന്ന ചുറ്റിലും പലരും ഉണ്ട്, 15 വർഷമായിട്ട് 20 വർഷമായിട്ട് ലൈസൻസ് കയ്യിലുണ്ട്, പക്ഷെ സ്വന്തം വണ്ടി വീട്ടിലുണ്ട്, സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മൾ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് ടയറിന്റെ പൊസിഷൻ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് നേരെ താഴെ വരുമ്പോൾ സ്ട്രെയിറ്റ് ആണെന്നും പറഞ്ഞിട്ടിരിക്കരുത്. കാരണം നമുക്ക് അതുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. കാരണം ഓരോ വാഹനത്തിന്റെ അളവുകൾ വ്യത്യാസമാണ്. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് ഒടിവുള്ള വാഹനവും ഒടിവ് കുറവുള്ള വാഹനമെന്നും. അതെന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് തന്നെ അറിയാം ഒടിവ് കൂടുതലുള്ള വാഹനത്തിന്റെ അളവും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഒടിവ് കുറവുള്ള വാഹനത്തിന്റെ അളവും കുറവായിരിക്കും. പിന്നെ നമ്മൾ ഈ 2 തിരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏതൊരു ഭാഗത്ത്, ഇപ്പം ഒടിവ് കുറവുള്ള വണ്ടിക്കാണെങ്കിൽ ഈ 2 തിരിച്ചങ്ങോട്ട് പോകും. ഒന്നീ ഇടത്തോടുന്ന് അതിരിക്കുന്നെങ്കിൽ വലത്തേക്ക് പോകും, അതുപോലെ തന്നെ വലത്തേന്ന് അതിരിക്കുന്നെങ്കിൽ ഇടത്തേക്ക് പോകും. അപ്പൊ നമുക്ക് അളവ് കിട്ടുന്നില്ല. അപ്പൊ ഓരോ വണ്ടിക്കും ഓരോ അളവുകളാണ്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് ചുരുക്കി പറഞ്ഞു. അതായത് നമുക്ക് ഓരോ വണ്ടിക്ക് അളവെന്ന് പറയാനുള്ള കാരണം, ചില വണ്ടിക്ക് 2.5 ഉണ്ടാകും, ചില വണ്ടിക്ക് 3 ഉണ്ടാകും, ചില വണ്ടിക്ക് 3.5 ഉണ്ടാകും, ചില വണ്ടി 4 ഉണ്ടാകും. അപ്പൊ ഓരോ വണ്ടിയുടെ അളവുകൾ വ്യത്യാസമാണല്ലോ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ അളവുകൾ എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പലരും വന്നിട്ട് കമന്റ് ബോക്സ് വന്ന് പറഞ്ഞു, ഇതുപോലെ കമന്റായിട്ട് കണ്ടു. ഞാനപ്പം അവരെ അധിക്ഷേപിക്കുന്നതല്ല, അവർ കൃത്യമായിട്ട് അതിനെ പറ്റി മനസ്സിലാകാത്തതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല അവരൊന്ന് കമന്റ് ഇടുന്നത്. നിങ്ങളപ്പം ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് കണ്ടില്ലേ, അതുകൊണ്ട് ഞാൻ ഫുള്ള് അങ്ങോട്ട് ലോക്ക് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്തേക്ക് ഫുള്ള് ലോക്ക് ചെയ്തതിനു ശേഷം ഞാൻ ഇങ്ങനെയാണ് കാണിച്ചു തന്നു. അതായത് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ എങ്ങോട്ട് ലോക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ കൈ തിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതി വരുമ്പോൾ നേരെയാണെന്ന് കൈ കാണിച്ചപ്പോൾ പലരും നേരത്തെ കമന്റായിട്ട് ഇട്ടു, വണ്ടി ഒന്ന് മുമ്പിട്ട് മൂവ് ആകുമ്പോൾ അറിയത്തില്ല, വീല് നേരെയാണോന്ന് അറിയത്തില്ല. പിന്നെ വന്നിട്ട് അതുപോലെ തന്നെ വേറൊരു കമന്റ് കണ്ടു, ഇതുപോലെ തന്നെ തലയൊന്ന് വെളിയിലോട്ട് ഇട്ടാൽ ഒന്ന് നമുക്ക് വെയിൽ നേരെയാണോന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നേരെ താഴോട്ട് ഇത് വന്നു കഴിഞ്ഞാൽ നേരെയാണോന്ന് അറിയത്തില്ല എന്നൊക്കെ പലരും പല പല കമന്റുകളാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ ഇട്ട് തിരിക്കാമോ, വണ്ടി നിർത്തിയിട്ടിട്ട് ഇങ്ങനെ ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ ടയർ തേയത്തില്ല എന്നൊക്കെ പലരും വന്ന് കമന്റ് ഇട്ടു. എല്ലാത്തിനോട് ഒറ്റ ആൻസർ ഞാൻ നിർത്താം. അതായത് ഇപ്പോൾ ഒരു വണ്ടി നമ്മളൊരു തുടക്കക്കാർക്കാണ് ഇതിന്റെയൊക്കെ സംശയങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഞാനിപ്പം ഓടിച്ചോണ്ട് പോകുമ്പോൾ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്കറിയാം വണ്ടി നേരെയാണോ അല്ലേ. നമുക്കപ്പോ എപ്പോഴാണ് അറിയാൻ പറ്റാത്തത്, എവിടെയെങ്കിലും സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു വണ്ടി നിർത്തിയിട്ട് കഴിയുമ്പോഴാണ് ആ വണ്ടി നമ്മൾ ഒടിച്ചൊക്കെ കണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അവിടെ കയറ്റിയത്. അപ്പൊ പിന്നെ നമ്മൾ നേരെയാണോ ഇല്ലെന്ന് അപ്പൊ അന്നേരമാണ് സംശയങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് തുടക്കക്കാരനെ സംബന്ധിച്ചോളം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വണ്ടി അനക്കിക്കൊണ്ട് നേരെയാക്കാൻ അവർക്ക് കഴിയില്ല. എക്സ്പേർട്ടായ ഒരാൾക്കാർക്ക് എന്ത് ചെയ്യാം, വണ്ടി ഇപ്പൊ ഇത്ര സ്പേസ് ഉള്ളെങ്കിലും ഫുള്ളായിട്ട് ഓടിച്ച്, അതായത് ഇട സൈഡിൽ കിടക്കുന്ന ഒരു വണ്ടിയെ നേരെയാക്കാനും റൈറ്റ് സൈഡിലോട്ട് ആക്കിയും റൈറ്റ് സൈഡിലാക്കിയിട്ട് നേരെയാക്കാനും ഇത്രയുള്ള ഒരു സ്പേസ് മതി. ഇത്ര അനക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. അതേസമയത്ത് ഒരു തുടക്കക്കാരന് ഒരു 10 അടി കൊടുത്താൽ പോലും ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഫുള്ളായിട്ട് തിരിഞ്ഞ ഒരു വണ്ടിയെ നേരെയാക്കാൻ പോലും ആ 10 അടി കൊണ്ട് പോലും എന്ത് ചെയ്യത്തില്ല, അവരെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളവർ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ വീഡിയോ ചെയ്യുന്ന മൊത്തം തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ. ഈ അറിയാവുന്നവരൊക്കെ വന്നിട്ട് ഈ കമന്റുകളൊക്കെ ഇടുമ്പോഴുന്നുണ്ട്, മറ്റുള്ളവരും വിചാരിക്കും ഇതൊന്നും അറിയാൻ തരാമെന്ന് ചെയ്യുന്നതൊക്കെ ചോദിക്കും. അപ്പൊ ഞാനിത് അറിയാവുന്നവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന, നമുക്കെല്ലാം അറിയാം. ഇപ്പം എക്സ്പേർട്ടായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ല. പിന്നെ ഒരു കമന്റ് കണ്ടു, ഇതുപോലെ
ടയർ തേഞ്ഞു പോകത്തില്ല. നമ്മളിപ്പോ ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ വണ്ടി സ്റ്റാർട്ടായി വണ്ടി മൂവ് ആകുന്ന സമയത്ത് അത് വായുവിലൂടെ അല്ല എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടയർ കറങ്ങുന്നത് നിലത്തൂടെ തന്നെയാണ്. അത് നിലത്തൂടെ തന്നെ കറങ്ങിയാലേ ഇതുള്ളൂ, റൊട്ടറ്റായി വരത്തുള്ളൂ. അതേപോലെ തന്നെ വേറൊരു കമന്റ് കണ്ടു, തലയൊന്ന് വെളിയിലോട്ട് ഇട്ട് നോക്കിയാൽ അറിയത്തില്ലെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം ഈ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഈ സ്റ്റിയറിംഗിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം എന്ത് ചെയ്തില്ല, അവരുടെ തല വെളിയിലേക്ക് വരില്ല. കാരണം ഈ ഡോറിന്റെ പുറത്തേക്ക് അവരുടെ തല എന്ത് ചെയ്തില്ല, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം വരില്ല. കാരണം ഇവരുടെ പുറം എന്ത് ചെയ്യുന്നില്ല, ഈ സീറ്റ് ഇളക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ അറിയാവുന്നവരാണെങ്കിലോ അവരെത്രത്തോളം നേടി ഇവിടെ നമുക്ക് ചാരില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഭാഗം ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യാം, നമുക്കൊരു വണ്ടി ഓടിക്കാൻ സാധിക്കും. അതേസമയത്ത് തുടക്കക്കാരനെ സംബന്ധിച്ചോളം അവന്റെ പുറം എന്ത് ചെയ്യുന്നില്ല, ഇവിടുന്ന് ഇളകുന്നില്ല. കാരണം ഇവിടുന്ന് ഇളകിയാൽ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, പേടിക്കും. പിന്നെ കൈ കൊണ്ടോ കാലും കൊണ്ടോ ചെയ്യുന്നവരെന്ത് ചെയ്യും, മാറിപ്പോ അവരുടെ തല എന്ത് ചെയ്യുന്നില്ല, വെളിയിലോട്ട് നോക്കാനും കഴിയത്തില്ല. അപ്പം ഒരു കാരണവശാലും നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്തില്ല, നമുക്ക് വീല് നേരെയാണോ നമുക്ക് അറിയാൻ കഴിയത്തില്ല. പിന്നെ എങ്ങനെയാണ് വീല് നേരെയാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് എടുത്തെങ്കിൽ തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട്. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തിട്ട് ശേഷം 1-2 പേരുടെ പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, ഇനി നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അവരെ കാണിച്ചു കൊടുക്കണം. 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുള്ളത്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹമാണ്, എന്റെ ജില്ല ഏതാണ്? കാരണം ഇപ്പോഴും പലരും വിളിച്ചു ചോദിക്കും, എന്റെ ജില്ലയിൽ വരും, എന്റെ ജില്ലയിൽ വരും. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റം മുതലായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലയുടെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്ന നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതാണല്ലേ, ഇപ്പൊ ഈ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് എങ്ങോട്ടല്ലേ ഒരു ഫുള്ളായിട്ട് ലോക്ക് ചെയ്തതിനു ശേഷം ഇത് കണ്ടില്ലേ, ഇനി ഇങ്ങോട്ട് തിരിയാനില്ല. നിങ്ങളുടെ കൈ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്റ്റിയറിംഗിൽ ഇങ്ങനെ ഈ ഒരു വിരലിന്റെ ഭാഗമല്ല ഈ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങോട്ട് ഫുൾ അളവെടുക്കുക. ഇപ്പൊ ഈ ലോക്കായതിനു ശേഷം നിങ്ങൾ തിരിയാതെ കൈ നിരങ്ങാതെ ചെയ്യണം. ഇതുണ്ട് ഇങ്ങനെ 1, 2, 3 കേട്ടോ, 3.5 കണ്ടോ, 3.5 ആയപ്പോഴാണ് ഈ വണ്ടി ഇങ്ങേ അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ ലോക്കായി. ഞാൻ പറഞ്ഞല്ലോ 2.5 ഉള്ളതുണ്ടാകും, 3 ഉള്ളതുണ്ടാകും, 3.5 ഉള്ളതുണ്ടാകും, 4 ഉള്ളതും ഉണ്ടാകും. അപ്പൊ നമ്മൾ 4 ഉള്ളതിന് 2 തിരിച്ചാൽ എന്താകത്തുള്ളൂ, വീല് നേരെ എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. അതേ സമയത്ത് ഇപ്പൊ നമ്മുടെ വണ്ടിയുടെയോ 3.5 അപ്പൊ 2 തിരിച്ച് അങ്ങോട്ട് പോകും, സ്വല്പം വഴി കൂടെ പോകും. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്താൽ രീതിയിൽ നമുക്ക് അളവ് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അളവ് ഇടുന്നത്? ഓരോ വണ്ടിയുടെ നമ്മുടെ അളവുകൾ എടുക്കാം. നമ്മുടെ വണ്ടിയുടെ അളവ് എത്രയാണ്, ഇനി അറ്റത്ത് അങ്ങേ നമ്മുടെ അളവ് എടുത്ത് കഴിയുമ്പോൾ ഫുള്ള് കിട്ടുമ്പോൾ അതിന്റെ പകുതി എടുത്താൽ കറക്റ്റ് ആകും. അപ്പൊ ഇത് നമ്മുടെ 3.5 3.5 പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ, 1.25. അപ്പൊ ഞാൻ 1.25 തിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതേ ഇവിടെ ഞാൻ ലോക്ക് ആയി കേട്ടാ, ഈ ലോക്ക് ആയിരുന്നു 1.25 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു അളവെടുത്ത് കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേനും 1 ആകും. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോ 1.25, 1.5, 1.25 എന്ന് പറയുമ്പോൾ ഇവിടെ വരണം. ഇവിടെ വരുമ്പോഴത്തേനും എന്താകും, 2 ആകും. അപ്പൊ നമുക്ക് 1.25 എന്ന് പറയുമ്പോൾ എവിടെയാ, ഇവിടെയാണ്. അപ്പൊ ഇവിടെ വന്നാലേ എന്താകത്തുള്ളൂ, 1.25 ആകത്തുള്ളൂ. ഞാനപ്പോ ആദ്യം എന്ത് ചെയ്യണം, ഞാനപ്പോ ആ 1/4 അങ്ങ് എടുത്തു കേട്ടാ, 1/4 എടുത്ത്. ഇനിയിപ്പോ നമുക്ക് ഒന്നുകൂടെ വന്നാലേ എന്താകത്തുള്ളൂ, 1.25 ആകത്തുള്ളൂ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഈ ഒരു ഭാഗത്ത് തന്നെ വരുന്നവരെ തിരിക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ വന്നപ്പോ എന്തായി, 1.25 ആയി. ഇതുണ്ടല്ലേ, നമ്മുടെ വീല് കറക്റ്റ് സ്ട്രൈറ്റ് ആണ്. അതേ സമയത്ത് ഇപ്പൊ ഇതാണ് ഇങ്ങനെ ചരിഞ്ഞു കിടക്കാണ്. അപ്പൊ നമ്മൾ ഇത് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മള് വീല് നേരെയാണോ എന്ന് നോക്കാൻ പാടില്ല. ഞാനിപ്പോ നിങ്ങളെ ലൈവായിട്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ടാണ് തിരിച്ചത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് വരും, ഇങ്ങോട്ടും വരാം. അതേസമയം കണ്ടില്ലേ, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വെച്ചു, എന്നിട്ട് ഞാൻ ഇവിടെ തിരിക്കാൻ പോവാണ്. ഇത് കണ്ടില്ലേ, 1, 1.25 എന്ന് പറയുമ്പോൾ വരും, എന്നിട്ട് ഇവിടെ വരും കേട്ടാ, 1.25. അപ്പൊ 1.25 തിരിച്ചപ്പോ വീല് നേരെയായി. പക്ഷെ ഈ ഒരു സാധനം കേട്ടോ, ഇത് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നേരെ താഴെ വന്ന നേരെയാണെന്നൊന്നും ഇല്ല. കാരണം പലരും കണ്ട് ഇത് നേരെ ഇങ്ങനെ താഴോട്ട് നോക്കി ഇരിക്കുക. ആണ്ടാ, ഇത് 3 പ്രാവശ്യം വരെ താഴെ വന്നു, നിങ്ങൾ നോക്കിക്കോണം. ഇതുണ്ട് ഇപ്പൊ നമുക്ക് കാണാം, ഇത് നേരെ താഴെ വന്നു, വീല് നേരെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം നമ്മൾ തിരിച്ച് നേരെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം നേരെയാണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഒരു പ്രാവശ്യം നേരെ താഴെ വരും. പക്ഷെ അത് ഏത് പ്രാവശ്യമാണ് തുടക്കക്കാരനെ സംബന്ധിച്ച രീതിയില ഇത് നേരെ താഴെ വരുന്നതാണ്. നേരെ നോക്കിക്കൊണ്ട് നമുക്ക് നേരെയാണോന്നില്ല. ഇത് കണ്ടില്ലേ, ഇപ്പൊ നേരെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് നേരെയാണെന്നല്ല. പിന്നെ നിങ്ങൾക്ക് രണ്ടാമതൊരു ഐഡിയ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഫുള്ളായിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം 2ാമത്തെ പ്രാവശ്യം താഴെ വരുമ്പം, അതായത് നമ്മുടെ മടിയിലേക്ക് 2ാമത്തെ പ്രാവശ്യം ഈ സാധനം താഴെ വരുമ്പം ഇത് നമുക്ക് നേരെയാണെന്ന് പറയാൻ പറ്റും. ഇതുണ്ട് ഇപ്പൊ ലോക്കാക്കി, ഇതല്ലേ, 1 വന്നു, 2ാമത് വന്നു, ഇത് നേരെ നമ്മൾ 2ാമത്
നേരെ. അപ്പൊ നമുക്ക് ഇവിടെയോ അല്ല സ്ട്രേറ്റും അല്ല. നമ്മുടെ ഈ അളവെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റിയറിംഗിന്റെ ഒരു കണ്ടീഷൻ അനുസരിച്ചാണ്. ഒടിവുകൾ കൂടുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ വ്യത്യാസങ്ങളൊക്കെ മാറി തിരിഞ്ഞു വരുന്നത്. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ നമുക്ക് ടയറിന്റെ പൊസിഷൻ എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ട്, അല്ല ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ചെയ്താൽ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ. നിങ്ങൾക്ക് എന്ത് സമയങ്ങളും നിങ്ങളെ കമന്റായിട്ട് തന്നെ ചോദിക്കാം. നാണങ്ങളൊന്നും വിചാരിക്കണം. പലരും നമ്മൾ ചിലപ്പോൾ തോന്നാം, അയ്യോ ഞാനത് ചോദിച്ചാൽ എന്നെ നാണക്കെടുത്തോ നാണക്കേടാണോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം. ഞാനത് സമയം കിട്ടുന്ന പോലെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.